കോൺഗ്രസിനെതിരെ എൻ.എം. വിജയന്റെ കുടുംബം നേരത്തെ പണം നൽകിയിരുന്നെങ്കിൽ അച്ഛനും സഹോദരനും മരിക്കില്ലായിരുന്നു എന്ന് മരുമകൾ പത്മജ. നിരന്തരം അവഗണനയും ആക്ഷേപവും കോൺഗ്രസിൽ നിന്നുണ്ടായി. സൈബർ ആക്രമണം മൂലം പുറത്തിറങ്ങാൻ പറ്റാതാക്കി. ബാക്കി ബാധ്യതകൾ വീട്ടും ജീവിച്ചല്ലേ പറ്റൂ എന്നും പത്മജ. ഈ പട്ടയത്തിന് ഞങ്ങളുടെ വീട്ടിലെ 2 ജീവൻ്റെ വിലയുണ്ട്. ഇത് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ അപേക്ഷിച്ച് പറഞ്ഞപ്പോഴും യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത് എൻ.എം. വിജയൻ്റെ എല്ലാ ബാധ്യതകളിൽ നിന്ന് തീർക്കുന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് അവർ ഏകപക്ഷീയമായി ഈ 3 കാര്യങ്ങളെ KPCCക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ, അത്രേ KPCCയുടെ ഫണ്ടുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളത് എഗ്രിമെൻറ്റ് ഓക്കെ പറഞ്ഞതാണ്. ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തോടുകൂടി തീർന്നിരിക്കുകയാണ്. ബാക്കി കടങ്ങൾ ഇത് പാർട്ടി വെച്ച ബാധ്യത എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ഒരു 50 വർഷം കോൺഗ്രസിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരാളോട് കുടുംബത്തിനോട് കാണിക്കേണ്ട നീതി ആയിരുന്നില്ല അന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഞങ്ങളോട് കാണിച്ചത്. നിരന്തരമായി അവരുടെ അടുത്ത് ഞങ്ങൾക്ക് അവഗണനകളും ആക്ഷേപങ്ങളും മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം ഈ കഴിഞ്ഞു പോയ ജീവിത സാഹചര്യങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു വാക്കേ ഉള്ളൂ, ഞാൻ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായും ജോഷില വിവരങ്ങളുമായി ചേരുകയാണ്. ജോഷില, ഹൃദയരക്തം കൊണ്ടാണ് ആ കുടുംബം കോൺഗ്രസിനോട് പ്രതികരിക്കുന്നത്. എന്തൊക്കെയാണ് പത്മജ പറഞ്ഞത്? തീർച്ചയായും അജിംഷാദ്, ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ്. വാക്കുകളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കടം നേരത്തെ കോൺഗ്രസ് വീട്ടിയിരുന്നെങ്കിൽ, അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് വീട്ടിയിരുന്നെങ്കിൽ 2 ജീവനുകൾ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇന്നുണ്ടായേനെ എന്നാണ് പത്മജ പ്രതികരിച്ചത്. അതിനുശേഷം അച്ഛൻ മരിച്ചതിന് ശേഷം ഉണ്ടായ സൈബർ ആക്രമണങ്ങളടക്കം അവർ എടുത്തു പറയുകയുണ്ടായി. സൈബർ ആക്രമണങ്ങൾ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെയാണ് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായത്, അതും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. അതുപോലെ തന്നെ 50 വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ആളാണ് അച്ഛൻ. എന്നിട്ട് പോലും അച്ഛൻ യാചിച്ച് പറഞ്ഞിട്ട് പോലും ആ കടം വീട്ടാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇന്ന് ഏകപക്ഷീയമായി കോൺഗ്രസ് നേതൃത്വം പറഞ്ഞ തുകയാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. 2.5 കോടി രൂപയുടെ കടം ഉണ്ടായിരുന്നു നേരത്തെ. നിങ്ങൾക്ക് എത്ര കടമുണ്ട് എന്ന് കറക്റ്റായി പറയൂ എന്ന് കോൺഗ്രസ് നേതൃത്വം വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ്, ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഇത്രയും കടമുണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത്. ഇത്രയും കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഏകപക്ഷീയമായി പറഞ്ഞത് ഇത്ര കടം വീട്ടാനാവില്ല, KPCCക്ക് പണമില്ല എന്നായിരുന്നു. എന്നാൽ അച്ഛൻ മരിച്ചപ്പോൾ ആദ്യം വന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം വന്നത് കുടുംബത്തിന്റെ കടബാധ്യതയെല്ലാം തീർക്കും എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഉണ്ടായത് അങ്ങനെയല്ല. ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞത്. അഹല്യയിൽ അടക്കാനുള്ള പണം, അതുപോലെ തന്നെ ഈ ഒരു പണം എന്നുള്ള രീതിയിൽ ആണ്, ആധാരം എടുത്തു തരാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പിന്നീട് ആ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി വെച്ച കടം എന്നുള്ള രീതിയിൽ ഏകപക്ഷീയമായി പറഞ്ഞ തുക അവർ തന്നു തീർത്തു എന്നല്ല, ആധാരമടക്കം എടുത്തു തന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ പത്മജ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ND അപ്പച്ചൻ്റേത് കർമ്മഫലമാണെന്ന്. മാത്രമല്ല ND അപ്പച്ചനെ മാത്രം കോൺഗ്രസ് വ്യാപകമായി ഉത്തരവാദിത്തത്തിൽ ഏർപ്പെടേണ്ട ഒരു സംഭവമാണിത്. 50 വർഷത്തോളം ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളെയും കുടുംബത്തെയുമാണ് ഈ വിധത്തിൽ ദ്രോഹിച്ചത്. ഇതൊക്കെ പത്മജ പറയുന്നുണ്ട്. ഇപ്പോൾ ND അപ്പച്ചനെ രാജിവെപ്പിച്ച് കൈ കഴുകി ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന നീക്കത്തിലേക്കാണ് KPCC നീങ്ങുന്നത്. കാരണം മാസങ്ങൾക്ക് മുമ്പ് നൽകിയ രാജിക്കത്ത് ഇപ്പോൾ സ്വീകരിക്കുന്നു. അതിലെ അതൃപ്തിയും ND അപ്പച്ചൻ പറയുന്നുണ്ട്. അത്തരം വിവരങ്ങൾ കൂടി ജോഷില. അജിംഷാദ്, അല്പസമയം മുമ്പാണ് ND അപ്പച്ചൻ രാജിവെച്ചു എന്നുള്ള വിവരം അറിയുന്നത്. ND അപ്പച്ചൻ രാജിവെച്ചു എന്നുള്ള വിവരം പുറത്തേക്ക് വിടുന്നത് KPCC ആണ്. എന്നാൽ ND അപ്പച്ചനെ കണ്ടപ്പോൾ ND അപ്പച്ചൻ വളരെ അസംതൃപ്തനായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ND അപ്പച്ചൻ പറഞ്ഞത്, മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ രാജി ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് മറ്റാർക്കെങ്കിലും ആ ഒരു സ്ഥാനം കൊടുത്തു അല്ലെങ്കിൽ പകരം പദവി കൊടുത്തു എന്ന് ഞാൻ പറയുക, ഞാനിത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാസങ്ങൾക്ക് മുൻപേ ഞാൻ രാജി സന്നദ്ധതയെ അറിയിച്ചിരുന്നു, അത്തരത്തിൽ എഴുതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നും KPCC നേതൃത്വം ഇത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ KPCC നേതൃത്വത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വയനാട് DCCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധപ്പതിച്ച ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രിയങ്ക ഗാന്ധി എപ്പോൾ വയനാട് വരുന്നു അപ്പോഴൊക്കെ തന്നെ വലിയ പ്രശ്നമാണ്. NM വിജയന്റെ ആത്മഹത്യ, അതിനുശേഷം
കഴിഞ്ഞ ദിവസം ജോസ് നല്ലേടത്തിന്റെ ആത്മഹത്യ, പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്തിയ ദിവസമാണ് ജോസ് നല്ലേടം ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം പത്മജ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. കോൺഗ്രസിനെ നിരക്കിത ഒരു ഇര കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മജ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ഇതെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മാത്രമല്ല പരസ്പര പോര് അപ്പച്ചൻ ഈ രാജി സംബന്ധിച്ച് പറഞ്ഞത് ഇപ്പോൾ ജോഷിനെ സൂചിപ്പിച്ച പോലെ അതൃപ്തിയോടാണ്. അത് മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ പലതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. KPCC പ്രസിഡന്റ് എന്ത് പറയുന്നു നോക്കട്ടെ എന്നായിരുന്നു ND അപ്പച്ചന്റെ പ്രതികരണം, അല്ലേ ജോഷില? തീർച്ചയായും KPCC പ്രസിഡന്റ് ഈ രാജിക്കാര്യം അംഗീകരിച്ചതാണ്. അത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സണ്ണി ജോസഫിനെ വിളിച്ചപ്പോൾ രാജിവെച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.